സീമേ ദേ ഇത് എന്തിന്റെ സോക്കേടാ? ഒരു ലൈറ്റും ഫാനും ഇട്ടെന്ന് വിചാരിച്ച് എത്ര കറണ്ട് ബില്ല് കൂടാനാ? നീ ഒന്ന് പോയേ. ഇന്നലെ രൂപ 4000 പട്ടി കൊണ്ടുപോയേ. ഇനി അതുകൂടെ ചേർത്ത് തിരിച്ചു പിടിക്കണം, അറിയാവോ? ആ ഫാനെങ്കിലും ഒന്നിട്ട്. മനുഷ്യന് ചൂടെടുത്തിട്ട് വയ്യ. ഇച്ചിരി ചൂടൊക്കെ സഹിക്കണം. നീ അങ്ങോട്ട് നീ കിടന്നേ. ആ ഫാൻ ഒന്നിടുന്ന ചൂടെടുക്കുന്ന കഷ്ടമുണ്ട്. എന്താ ചൂടാ, നല്ല തണുപ്പ്. നീ കിടന്നുറങ്ങിയേ. അത് ശരി, നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ട് പുസ്തകം വായിക്കാൻ സമ്മതിക്കത്തില്ലേ? ഓഹോ, നിനക്ക് വല്ല അത്യാവശ്യമാണ് നീ ഫാൻ ഇട്ടോ. ഇത് കറങ്ങുന്നില്ലെന്ന്. ശടാ, നീ ആ റെഗുലേറ്റർ തിരിച്ചു നോക്ക്. റെഗുലേറ്റർ ഒക്കെ തിരിച്ചതാ, ഇത് കറങ്ങുന്നില്ല. അപ്പൊ അത് നശിപ്പിച്ച്. ഞാനെന്താ നശിപ്പിച്ച്? നീ ഞാൻ മാറിയിരുന്നേ. ഷടാ, ഇത് കറങ്ങുന്നില്ലല്ലോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാനൊന്ന് നോക്കട്ടെ. അറിയാൻ വയ്യാത്ത പണിക്കൊന്നും പോകണ്ട. നാളെ അനീഷിനെ എങ്ങാനും വിളിച്ച് ശരിയാക്കാൻ നോക്ക്. ശരി, ഞാൻ ഈ ഫാനും ലൈറ്റും ഒക്കെ ശരിയാക്കുന്ന സമയത്തെ എന്തുവാ എന്തോ പറഞ്ഞേ? എന്തുവാ? അങ്ങനെ എന്നെ സഹായിക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. നീ കസേരയോടൊന്ന് വന്ന് പിടിക്കുന്നത്. അച്ഛൻ ഫാൻ ശരിയാക്കാൻ കയറിയതാ, ദാ വീണ് കിടക്കുന്നു. ലൈറ്റ് അങ്ങോട്ട് അടിക്കമ്മേ. അച്ഛാ, ഞാൻ അനീഷിനെ വിളിച്ച് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അമ്മ ആരെയും ഒന്ന് വിളിക്ക്. അച്ഛൻ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരട്ടെ. ബോധമില്ലാതെ കിടക്കുന്ന ആളിനോടാണോടി ഈ വെള്ളം എടുത്തോണ്ട് വരട്ടെന്ന് ചോദിക്കുന്നേ? പോയി എടുത്തോണ്ട് വാടി. ഹലോ, അമ്മ ആരെയും വിളിക്കുന്നേ? ഫാൻ ശരിയാക്കാൻ അനീഷിനെ. അച്ഛനോട് വയ്യാതെ കിടക്കുമ്പോ ആശുപത്രി കൊണ്ടുപോയി ആരെയും വിളിക്കാനുള്ളതിന്? അച്ഛാ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എനിക്കറിയത്തില്ല എന്തോ ചെയ്യണ്ടെന്ന്. ഹലോ മോനെ, വണ്ടി എടുത്ത് പെട്ടെന്ന് വീട്ടിലോട്ട് വരാവോ? ആശുപത്രി പോവാനാ. ആ പെട്ടെന്ന് വേണേ. വെള്ളം എടുത്തേ. അമ്മേ, അമ്മേ, ചേച്ചി ആരോ വന്നു. എന്തോ പ്രശ്നം? ആശുപത്രി പോണെന്നും പറഞ്ഞ് ചേച്ചി ചേച്ചി വാ, പിടി, വാ വാ, പിടിക്ക്, പിടി, പിടി. എടി, ഇവക്കെന്തോ സിദ്ധി കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ വീഴുന്നതിന് മുമ്പ് ആശുപത്രി കൊണ്ടുപോകാൻ ആരെങ്കിലും വണ്ടി വിളിക്കൂ. 3650 രൂപ. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ തിരിച്ചു പിടിക്കും?